അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മുകളിൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തി ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടി. അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാകുന്ന പുതിയ വിസ നയവുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഭരണകൂടം. പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന US സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ട് വിസയ്ക്ക് 4 വർഷത്തെ സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് പുതിയ ഉത്തരവിലൂടെ. എന്താണ് ഈ പുതിയ വിസ നിയമം? ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ട്രംപ് എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നേരെ നിരന്തരം ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്? വിശദമായി നമുക്ക് ഈ വിഷയം ഒന്ന് വിശകലനം ചെയ്യാം. ബിസിനസ് സ്റ്റാൻഡേർഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പാണ് പുതിയ വിസ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 1990-കൾ മുതൽ നിലനിന്നിരുന്ന ഒരു സുപ്രധാന നയമാണ് ട്രംപ് ഇതിലൂടെ അട്ടിമറിക്കുന്നത്. അതായത് മുൻപ് ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്ക് ലഭിച്ചിരുന്ന വിസയ്ക്ക് കൃത്യമായൊരു കാലാവധി ഉണ്ടായിരുന്നില്ല. ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്നതായിരുന്നു ആ രീതി. നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതുവരെ, അത് 4-5 വർഷമാകട്ടെ, അമേരിക്കയിൽ തുടരാൻ നിങ്ങൾക്ക് നിയമപരമായ അനുവാദമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു ഇതിനായി വേണ്ടിയിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം F1, J1 എന്നിവയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി 4 വർഷത്തെ സ്റ്റേ മാത്രമേ അനുവദിക്കൂ. ഇനി 4 വർഷത്തിന് ശേഷം കോഴ്സ് തീർന്നിട്ടില്ലെങ്കിലോ? എങ്കിൽ വിദ്യാർത്ഥികൾ സ്വയം മുൻകൈയെടുത്ത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന് ഔദ്യോഗികമായി അപേക്ഷ നൽകി വിസ നീട്ടി വാങ്ങണം. ഇതിനായി വീണ്ടും ബയോമെട്രിക്സ് വിവരങ്ങളും നൽകണം. കനത്ത അപേക്ഷാ ഫീസും നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നേരെയും കുടിയേറ്റക്കാർക്ക് നേരെയും ട്രംപ് നടത്തുന്ന ആദ്യത്തെ ആക്രമണമല്ല ഇത്. ട്രംപ് തന്റെ 1ാം ഭരണകാലം തൊട്ടേ വിസകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഈ വിഷയത്തിൽ ഇതുവരെ ട്രംപ് എടുത്ത മുൻ നിലപാടുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യ ടേമിലെ പരാജയം. 2020-ൽ തന്റെ ആദ്യ ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ട്രംപ് 4-ഇയർ വിസ ലിമിറ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ അന്ന് അമേരിക്കയിലെ വലിയ സർവകലാശാലകളും മെഡിക്കൽ മേഖലയിലെ പ്രമുഖരും ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നു. വിദ്യാർത്ഥികളെ അനാവശ്യമായ ചുവപ്പ് നാടകളിൽ കുടുക്കി അവരുടെ പഠനം തടസ്സപ്പെടുത്താൻ മാത്രമേ ഇത് സഹായിക്കൂ എന്ന് ചൂണ്ടിക്കാണിച്ച് അവർ ശക്തമായി എതിർത്തതോടെ അന്ന് ആ പദ്ധതി നടപ്പായില്ല. 2ാം വരവിലെ ആസൂത്രണം പരാജയപ്പെട്ടെങ്കിലും ട്രംപ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 2025 ഓഗസ്റ്റിൽ വീണ്ടും ഇതേ നിർദ്ദേശം ഹോംലാൻഡ് സെക്യൂരിറ്റി മുന്നോട്ട് വെച്ചു. തുടർന്ന് 2026 മെയ് മാസത്തിൽ ഇത് വൈറ്റ് ഹൗസ് ബജറ്റ് ഓഫീസിലേക്ക് അയച്ചു. ഒടുവിൽ ജൂൺ 17ഓടെ ഇതിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയായിരുന്നു. സെപ്റ്റംബർ 15 മുതലാണ് ഈ നിയമം കർശനമായി നടപ്പിലാക്കാൻ രാജ്യം ഒരുങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാൻ ട്രംപ് ഭരണകൂടം അടുത്തിടെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. US-ലെ യൂണിവേഴ്സിറ്റികളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എന്നാരംഭിച്ച് കൊളംബിയ സർവകലാശാലയിലെ മഹ്ദൂദ് ഗലീൽ, ടാബ്സെറ്റ് സർവകലാശാലയിലെ റുസൈമെ ഒസ്റ്റൂർക്ക് എന്നിവരുൾപ്പെടെയുള്ള 100 കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ വിസകളാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ റദ്ദാക്കിയത്. ദേശീയ സുരക്ഷയുടെയും കർശന മേൽനോട്ടത്തിന്റെയും പേര് പറഞ്ഞാണ് ട്രംപ് സർക്കാർ ഈ നടപടികളെല്ലാം ന്യായീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ വിസ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ 4 വർഷ പരിധി അത്യാവശ്യമാണെന്നാണ് ഇവർ വാദിക്കുന്നത്. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. നിലവിൽ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കോഴ്സ് പൂർത്തിയാക്കലിലെ തടസ്സം എന്താണെന്ന് ഇനി നോക്കാം. ഡോക്ടറൽ പഠനം നടത്തുന്നവർക്കും നീണ്ട റെസിഡൻസി പ്രോഗ്രാമുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും 4 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇവർക്ക് വിസ നീട്ടിക്കിട്ടാനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അവരുടെ വർഷങ്ങളുടെ പ്രയത്നവും പണവും വെറുതെയാകും. നിയമവിരുദ്ധ കുടിയേറ്റം എന്ന കെണി എന്താണെന്ന് നമുക്ക് നോക്കാം. മുൻപ് കോഴ്സ് കഴിയുന്നതുവരെ രാജ്യത്ത് തുടരാമായിരുന്നെങ്കിൽ ഇനി മുതൽ 4 വർഷം കഴിഞ്ഞ് വിസ പുതുക്കാത്തവർ അപ്പോൾ തന്നെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കപ്പെടും. നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവർക്ക് പിന്നീട് 3 വർഷം മുതൽ 10 വർഷം വരെ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുമുണ്ടാകും. വിസ നീട്ടാൻ വീണ്ടും ഫീസും മറ്റു നടപടികളും വരുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക ഭാരവും കടുത്ത മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കും. എങ്കിലും ഈ നയത്തിനെതിരെ അമേരിക്കയിലെ കോളേജ് യൂണിയനുകളും മെഡിക്കൽ സംഘടനകളും വീണ്ടും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ പ്രധാന നിയമം വൈകിപ്പിക്കാനോ റദ്ദാക്കാനോ ഉള്ള അധികാരം US കോൺഗ്രസിനും ഉണ്ട്. വരും ദിവസങ്ങളിൽ കോടതികളിൽ നിന്നോ പാർലമെന്റിൽ നിന്നോ എന്തെങ്കിലും ആശ്വാസകരമായ വാർത്തകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അമേരിക്കൻ സ്വപ്നങ്ങളുമായി പോകുന്ന വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്ന ട്രംപിന്റെ ഈ പുതിയ വിസ പരിഷ്കരണത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ US വാർത്തകളും വിശകലനങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.